എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നിത്യ. ജെയിൻ ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ചീഫ് കൺസൾട്ടൻ്റ് ആണ്. എന്താണ് സൈനസൈറ്റിസ്? നമ്മുടെ തലയോട്ടിയിൽ, പ്രത്യേകിച്ച് മുഖത്തിൻ്റെ ഈ ഭാഗങ്ങളിൽ നമ്മൾ ശ്വസിക്കുന്ന വായു അകത്തേക്ക് കടത്തിവിടാനായിട്ട് കുറേ അറകളുണ്ടാവും. ഈ അറകളുടെ പേരാണ് സൈനസ് എന്ന് പറയുന്നത്. ഈ സൈനസിന് ചുറ്റും മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന കുറേ സെല്ലുകളുണ്ടാവും, കോശങ്ങളുണ്ടാവും. ഈ സെല്ലുകളാണ് മ്യൂക്കസ്, അതായത് ആ ദ്രാവകം, നമ്മൾ ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മുടെ മൂക്കിൽ വരുന്ന ദ്രാവകമൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത് ഈ സൈനസിന് ചുറ്റുമുള്ള കോശങ്ങളായിരിക്കും. ഈ സൈനസിന് ചുറ്റുമുള്ള കോശങ്ങളിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ദ്രാവകം ആദ്യം സൈനസിലാണ് എത്തുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ മൂക്കിലോട്ട് അത് ഒഴുകി വരുന്നത്, എന്നിട്ടാണ് അത് പുറന്തള്ളപ്പെടുന്നത്. ഇൻ കേസ് ഈ സൈനസിൽ നിന്ന് നമ്മുടെ മൂക്കിലേക്ക് വരുന്ന ഈ ദ്രാവകത്തിന് എവിടെയെങ്കിലും വെച്ചൊരു ബ്ലോക്ക് സംഭവിക്കുകയാണെങ്കിൽ ഈ ദ്രാവകം സൈനസിൽ തന്നെ കെട്ടിക്കിടക്കുകയും അങ്ങനെ നീർക്കെട്ടുണ്ടാവുകയും ചെയ്യും. ഇതാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. സൈനസൈറ്റിസിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ തലവേദന, തലയ്ക്ക് ഒരു ഭാരം പോലെ, മൂക്കടപ്പ്, ഇതൊക്കെയാണ്. നമ്മുടെ ഹോമിയോപ്പതിയിൽ സൈനസൈറ്റിസിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ലഭ്യമാണ്.